ചവറ വട്ടത്തറ എൻ വിജയൻപിള്ള ഗ്രന്ഥശാല ആൻഡ് സാംസ്കാരിക വേദിയുടെ ആസ്ഥാന മന്ദിരം 7-ന് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5-ന് മന്ത്രി പി പ്രസാദാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ചവറ വട്ടത്തറ എൻ വിജയൻപിള്ള ഗ്രന്ഥശാല ആൻഡ് സാംസ്കാരിക വേദി ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം 5-ന് വൈകിട്ട് 7 മണിക്ക് നടക്കും. മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം പൂർത്തീകരിച്ചത്. വിജയണ്ണന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ 2021 ഓഗസ്റ്റ് മാസം 14-ാം തീയതി ഔപചാരികമായി ഗ്രന്ഥശാല ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം തുടർന്നിങ്ങോട്ട് എൻ വിജയപിള്ള ഗ്രന്ഥശാല സാംസ്കാരിക വേദി എന്ന പേരിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലശേഷം ഇപ്പോഴും ആ ഗ്രന്ഥശാല തുറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. MLAയുടെ ആസ്തി ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചു തന്നിട്ടാണ് നമ്മളിപ്പം ബിൽഡിംഗ് പണിഞ്ഞിരിക്കുന്നത്. അതാണ് എൻ്റെ ഒരു ആവുമായിട്ട് പറയാനുള്ളത്. സാംസ്കാരിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു സംരംഭം വിജയണ്ണന്റെ പേരിൽ ഉണ്ടാകണം. ഭാവി തലമുറയിലേക്ക് നമ്മുടെ നാടിന്റെ സംസ്കാര മേഖല ഉയർന്നു വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രന്ഥശാല എന്ന് തന്നെ ഞങ്ങളതിനെ അദ്ദേഹത്തിന്റെ പേരിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ട് 7-ാം തീയതി നടക്കുന്ന പരിപാടിയിൽ കേരളത്തിന്റെ ആരാധ്യനായ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അവറുകളാണ് അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. ആ പരിപാടിയിൽ മഹനീയമായ സാന്നിധ്യം നൽകുന്നത് കേരളത്തിലെ MLA ആയിട്ടുള്ള ശ്രീ കോവൂർ കുഞ്ഞുമോനാണ്. അദ്ദേഹമാണ് നമ്മുടെ പ്രിയപ്പെട്ട വിജയണ്ണന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ദീപശിഖ പ്രയാണം എൻ വിജയൻപിള്ളയുടെ വസതിയിലെ സ്മൃതി കുടീരത്തിൽ നിന്നും ആരംഭിക്കും. ഭാര്യ സുമാദേവി ദീപം തെളിയിക്കും. വൈകിട്ട് 5-ന് അമ്മവീട് ജംഗ്ഷനിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. കോവൂർ കുഞ്ഞുമോൻ MLA ഫോട്ടോ അനാച്ഛാദനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ചികിത്സാ സഹായം കൈമാറും. ദീപശിഖ 7 മണിക്ക് തന്നെ അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ നിന്നും ആരംഭിച്ച് നല്ലെഴുത്തുമുക്ക് വഴി തിരിച്ച് ശങ്കരമംഗലം വഴി പുത്തൻചന്ത വഴി നമ്മുടെ ഗ്രന്ഥശാല അങ്കണത്തിൽ എത്തും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷാധികാരി ശ്രീ ജ്യോതിഷ് കുമാർ അവர்கள் പതാക ഉയർത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ കായിക പരിപാടികൾ നമ്മളവിടെ അരങ്ങേറും. അതാണ് 6-ാം തീയതിയിലത്തെ പ്രോഗ്രാമായി നമ്മൾ വെച്ചിരിക്കുന്നത്. ശ്രീ സുജിത് വിജയൻപിള്ളയുടെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗമാണ്. ചികിത്സാ ധനസഹായം നൽകുന്നത് നമ്മുടെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PK ഗോപൻ അവர்களാണ്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് PB ശിവൻ പുസ്തകങ്ങൾ കൈമാറും. സെക്രട്ടറി V വിജയകുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വിജ്ഞാന കേന്ദ്രം ആക്കുക എന്ന ഉദ്ദേശവും കൂടി ഈ ലൈബ്രറിയുടെ സംഘാടകർക്ക് ഈ സാംസ്കാരികത്തിനുപരി ഒരു വിജ്ഞാന കേന്ദ്രം കൂടി ആക്കുക എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യം കൂടിയാണ് നമുക്കുള്ളത്. അതിനാവശ്യമായ തുടർ നടപടികൾ ഇതിന്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് അവിടെ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. പ്രസിഡന്റ് DK ശ്രീശാന്ത്, സെക്രട്ടറി അനിൽ മടപ്പള്ളി, കൺവീനർ S ശ്രീകുമാർ, രക്ഷാധികാരി ജ്യോതിഷ് കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.